ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓപ്ഷൻസിൻ്റെ എക്സ്ട്രിൻസിക് വാല്യൂവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എന്താണ് എക്സ്ട്രിൻസിക് വാല്യൂ? ഓപ്ഷൻ പ്രൈസിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടോ അതാണ് എക്സ്ട്രിൻസിക് വാല്യൂ. ഈ എക്സ്ട്രിൻസിക് വാല്യൂവിൽ ഒരു പോർഷൻ ടൈം വാല്യൂ ആണ്, ബാക്കിയുള്ളത് വൊളാറ്റിലിറ്റി വാല്യൂ ആണ്. കറക്റ്റായിട്ട് ഇത് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇത് രണ്ടും, ഫോർ എക്സാമ്പിൾ ടൈം വാല്യൂ എത്രയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയുവാൻ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും എക്സ്ട്രിൻസിക് വാല്യൂ ഒരു സിംഗിൾ എമൗണ്ട് ആയിരിക്കാം. അതിനകത്ത് കുറച്ച് വൊളാറ്റിലിറ്റി വാല്യൂയും ബാക്കി ടൈം വാല്യൂ ആണ്. മാർക്കറ്റ് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ വാല്യൂ തീരുമാനിക്കപ്പെടുക. ഇതിനൊരു ഫോർമുല ഉണ്ട്. ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വാല്യൂ പ്ലസ് എക്സ്ട്രിൻസിക് വാല്യൂ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷൻ്റെ പ്രീമിയം കിട്ടുക. എക്സ്ട്രിൻസിക് വാല്യൂ എന്നത് ഇൻട്രിൻസിക് വാല്യൂ ഡിഡക്റ്റ് ചെയ്ത് എന്ത് കിട്ടുന്നോ അതാണ് എക്സ്ട്രിൻസിക് വാല്യൂ. ചില ഓപ്ഷൻസിന് എക്സ്ട്രിൻസിക് വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ആ ഓപ്ഷന് ഇൻട്രിൻസിക് വാല്യൂ ഒട്ടും തന്നെ ഇല്ല. ഇൻട്രിൻസിക് വാല്യൂ 0 ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അറ്റ് ദ മണി അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ഒക്കെ, കോൾ ആയാലും പുട്ടായാലും അവയ്ക്ക് ഇൻട്രിൻസിക് വാല്യൂ ഇല്ല, എക്സ്ട്രിൻസിക് വാല്യൂ മാത്രമേ ഉള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് HDFC ബാങ്കിൻ്റെ ഓപ്ഷൻ ചെയിൻ ആണ്. ഓപ്ഷൻ ചെയിനിൽ എല്ലാ സമയത്തും 3 എക്സ്പയറീസ് ആണുള്ളത്. ഇതിപ്പോൾ ഞാൻ 26 ജനുവരിക്കാണ് നോക്കുന്നത്. ഇത് എക്സ്പയറി വീക്കിലേക്ക് കടക്കുകയാണ്. 30 ജനുവരി 1-ാം തീയതി ബജറ്റ് ഉണ്ട്. സോ നമുക്കിതിൻ്റെ ഒരു കമ്പാരിസൺ ഒന്ന് നോക്കാം. ഇതിനകത്ത് മാർച്ച് മാസത്തിൽ ആണ് ലാസ്റ്റ് എക്സ്പയറി, അതായത് ഫാർ മന്തിൽ ട്രേഡിങ് ഏകദേശം നടന്നിട്ടുള്ളത് 1800 ഒരു ലെവലിലാണ് കോൾ ഓപ്ഷൻ്റെ കേസിൽ. പുട്ട് ഓപ്ഷൻ്റെ കേസിൽ 1600 ട്രേഡ് നടന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് 1640 ഒരു അനാലിസിസ് ചെയ്ത് നോക്കാം. 1640 പുട്ട് ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ രീതിയിലാണ് ഇന്നലെ ട്രേഡ് നടന്നിട്ടുള്ളത്. ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസിംഗ് പ്രൈസ് ആണ് ഈ കാണുന്നത്. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ജനുവരിയിലേത് 12.85 1640 പുട്ട് ഓപ്ഷൻ. 1640 പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്തത് 12.85 ഫെബ്രുവരിയിലേതും ഇന്നലെ ട്രേഡ് ചെയ്തിട്ടുണ്ട്, മാർച്ചിലേതും ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് 3843.2 എന്നുള്ള രീതിയിൽ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഓപ്ഷൻ്റെ പ്രൈസ്, LTP, ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. ഈ ഒരു പ്രൈസിൽ വെച്ച് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഇൻട്രിൻസിക് വാല്യൂ ഒട്ടുമില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം പുട്ട് ഓപ്ഷൻ ആണ്. പുട്ട് ഓപ്ഷൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവണമെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനേക്കാൾ താഴെ ആയിരിക്കണം. അതായത് സ്ട്രൈക്ക് പ്രൈസ് 1640 ആണ്. 1640 താഴെ അല്ല ഇപ്പോൾ സ്റ്റോക്കിന്റെ വില. 1645 ആണ്. ഇവിടെ കാണുന്നുണ്ട്. 1645 ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇൻട്രിൻസിക് വാല്യൂ ഇല്ല. ഇപ്പോൾ 1639 ആണെങ്കിൽ അവിടെ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട് 1 രൂപ. കാരണം 31 1 രൂപ കൂടുതലാണ് സ്ട്രൈക്ക്. അപ്പോൾ ആ 1 രൂപയുടെ ഇൻട്രിൻസിക് വാല്യൂ അതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ അതില്ല. അതുകൊണ്ട് ഉള്ളതെല്ലാം എക്സ്ട്രിൻസിക് വാല്യൂ ആണ്. 12.85 രൂപ എന്ന് പറയുന്നത് ഫുള്ള് എക്സ്ട്രിൻസിക് വാല്യൂ ആണ്. ഈ എക്സ്ട്രിൻസിക് വാല്യൂ ഈ 3 മാസത്തെയും എക്സ്ട്രിൻസിക് വാല്യൂ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ്റെ വില എത്രയാണോ അത് തന്നെയാണ് എക്സ്ട്രിൻസിക് വാല്യൂ. കാരണം 3 മാസത്തിലും 3 എക്സ്പയറിയിലും നമ്മളുടെ 1640 എന്നുള്ള സ്ട്രൈക്ക് ഔട്ട് ഓഫ് ദി മണിയാണ്. കാരണം പ്രൈസ് ഒന്നേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അണ്ടർലൈൻ എന്ന് പറയുന്നത് 1645 നിൽക്കുന്ന HDFC ബാങ്കിന്റെ സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും 1640 ഓപ്ഷൻസ് ഒക്കെ തന്നെ ഔട്ട് ഓഫ് ദി മണിയാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ പ്രീമിയം ഉള്ളത് ഫുള്ളും 100% എക്സ്ട്രിൻസിക് വാല്യൂ ആണ്. കോൾ ഓപ്ഷന്റെ കേസിൽ ട്രേഡ് നടന്നിട്ടുള്ളത്
1800 കോളിനകത്താണ് മാർച്ചിൽ. അതുകൊണ്ട് തന്നെ മാർച്ച് അത് നിലനിന്നിട്ടുള്ളത്, ഞാൻ അതാണ് ഇവിടെ കമ്പാരിസൺ എടുത്തിട്ടുള്ളത്. അത് ഔട്ട് ഓഫ് ദി മണിയാണ് 1800. കാരണം കോൾ ഓപ്ഷൻ്റെ കേസിൽ സ്റ്റോക്കിൻ്റെ വില ഇതിന് മുകളിൽ പോയാൽ മാത്രമേ അവിടെ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. അതായത് 1801 വന്നു കഴിഞ്ഞാൽ ₹1 ഇൻട്രിൻസിക് വാല്യൂ ഇവിടെ ഉണ്ടാവും. അത് പ്രൈസ് താഴെ ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന 1800 ഓപ്ഷൻസ് എല്ലാം തന്നെ ഔട്ട് ഓഫ് ദി മണിയാണ്. അതിന് എക്സ്ട്രിൻസിക് വാല്യൂ മാത്രമേ ഉള്ളൂ. ഈ ഉള്ളത് ഫുൾ എക്സ്ട്രിൻസിക് വാല്യൂ ആണ്. ജനുവരിയിൽ 40 പൈസ, ഫെബ്രുവരിയിൽ ₹7, മാർച്ചിൽ ₹15. ഈ രീതിയിൽ ഇതിൻ്റെ എക്സ്ട്രിൻസിക് വാല്യൂ ഉണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ടൈം വാല്യൂ. ലോങ്ങർ ടൈം ടു എക്സ്പിറേഷൻ മീൻസ് ആയിട്ട് എക്സ്ട്രിൻസിക് വാല്യൂ. നമുക്ക് ഇന്ന് മുതൽ, ഇന്ന് 26 ജനുവരിയാണ്, ഇന്ന് മുതൽ കണക്കാക്കുമ്പോൾ ജനുവരി 31 വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഏറ്റവും കുറവ് ഇൻട്രിൻസിക് വാല്യൂ ഉള്ളത്. ഫെബ്രുവരിയിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ ദിവസങ്ങളുണ്ട്. ഈ ഒരാഴ്ചയുണ്ട്, ഫെബ്രുവരി മാസം ഫുൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പ്രീമിയം കിട്ടും. അല്ലെങ്കിൽ കൂടുതൽ പ്രീമിയം നമ്മൾ വിൽക്കുമ്പോൾ കിട്ടും. അല്ലെങ്കിൽ കൂടുതൽ പ്രീമിയം കൊടുത്താലേ ആ ഒരു ഓപ്ഷൻ വാങ്ങാൻ കഴിയുകയുള്ളൂ. കാരണം കൂടുതൽ ടൈം അവിടെ ഉണ്ട്. മാർച്ചിലേക്കാണെങ്കിൽ അതിനേക്കാൾ ഒരു മാസത്തിനടുത്ത് കൂടുതലുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾക്ക് ഫർദർ ടൈം കിട്ടുകയാണ്. ഈ സ്റ്റോക്കിന് എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റുകൾ നടത്താൻ കൂടുതൽ അവസരങ്ങൾ, ടൈം കൂടുതലായതുകൊണ്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രീമിയം കൂടുതലാണ്, ടൈം വാല്യൂ കൂടുതലാണ്. അതോടൊപ്പം വൊളാറ്റിലിറ്റി വാല്യൂ കൂടുതലാണ്. ടൈം വാല്യൂ എത്രയാണ്, വൊളാറ്റിലിറ്റി വാല്യൂ എത്രയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈ സ്റ്റോക്കിൽ അതല്ലെങ്കിൽ മാർക്കറ്റിൽ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു പക്ഷേ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാലോ ഈ അടുത്ത 90 ദിവസത്തിനുള്ളിൽ, അതായത് മാർച്ചിലെ എക്സ്പയറിക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് മനുഷ്യന് അല്ലെങ്കിൽ ട്രേഡേഴ്സിന് തോന്നിയാൽ ഈ വിലയിലൊക്കെ വ്യത്യാസം വരും. ഈ പ്രൈസ് ഇവിടെ തന്നെ നിന്നാൽ പോലും 1645 എന്ന പ്രൈസിൽ തന്നെ ഈ സ്റ്റോക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വന്നാൽ പോലും നമുക്ക് ഈ 43 പകരം 58, 60, 100 വരെയൊക്കെ വേണേൽ പോലും ആവാം. കാരണം അങ്ങനെ ആവുമ്പോൾ, അങ്ങനെ ആവാൻ ചാൻസ് ഉള്ള ആ ഒരു സാധ്യതയെ നമ്മൾ പറയുന്നത് വൊളാറ്റിലിറ്റി വാല്യൂ എന്നാണ്. ഇൻട്രിൻസിക് വാല്യൂ വ്യത്യാസപ്പെട്ടിട്ടില്ല, ഒന്നും കൂടിയിട്ടില്ല. സ്റ്റോക്കിന്റെ പ്രൈസ് അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ ഒരു ആശങ്ക വന്നിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അവർ സാധാരണ ചെയ്യുന്നത്, അവരുടെ പൊസിഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർ ചെയ്യുന്നത് ഓപ്ഷൻസ് വാങ്ങുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് വിൽക്കുന്ന ആൾക്കാരും ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്, അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ അവരും തയ്യാറല്ല. അവരും കൂടിയ വില കോട്ട് ചെയ്യും. കൂടിയ വില കോട്ട് ചെയ്യുമ്പോൾ കൂടിയ വിലയ്ക്ക് ഓപ്ഷൻ വാങ്ങാൻ വരുന്നവരും അവർക്ക് ട്രേഡ് നടക്കുകയുള്ളൂ. അവർ വാങ്ങണമെങ്കിൽ അവർക്കും കൂടിയ വില കൊടുത്തേ പറ്റും. അപ്പോൾ ഈ 43 രൂപയ്ക്ക് പകരം 53, 63, 80, 100 ഒക്കെ മനുഷ്യൻ കോട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ വിലയ്ക്ക് വാങ്ങുവാൻ ബയേഴ്സ് നിർബന്ധിതരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 50 പകരം 43 പകരം 83, 100 ഒക്കെ ആയേക്കാം. പക്ഷേ സമയവും ഇന്ന് മുതൽ മാർച്ച് 31 വരെ, അല്ലെങ്കിൽ മാർച്ച് എക്സ്പയറി ഡേറ്റ് എന്നാണോ അതുവരെ, ലാസ്റ്റ് തേഴ്സ്ഡേ എക്സ്പയറി. അപ്പോൾ 27 മാർച്ച് വരെയുള്ള സമയത്ത് ഇന്ന് മുതൽ എത്ര ദിവസം ഉണ്ടോ, 27 മാർച്ച് മുതൽ ഇങ്ങോട്ട് കൂട്ടി നോക്കാം. അറുപത് ദിവസമാണ് മാർച്ച് 27 വരെ ഉള്ളത്. ഈ 60 ദിവസത്തിന് പകരം നാളെ നമ്മൾ നോക്കുമ്പോൾ 59 ദിവസം കാണുകയുള്ളൂ. അപ്പം ന്യായമായിട്ട് ഈ 43 എന്നുള്ളത് കുറയുകയാണ് വേണ്ടത്. എത്രയാണോ ഡെയിലി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇത് 60 ദിവസത്തേക്കാണ് ഈ കാണുന്നത്. ഇന്നാണ് ഈ റേറ്റ് കാണുന്നത്. അപ്പോൾ ഒരു ദിവസം ₹1.39 വെച്ച് നമ്മൾ കണക്കാക്കിയാൽ സ്വാഭാവികമായിട്ടും നാളെ നമ്മൾ നോക്കുമ്പോൾ, നാളെ ഞായറാഴ്ചയാണ്, അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ നോക്കുമ്പോൾ ഈ ₹1.39 വെച്ചെങ്കിലും ഇതിനകത്ത് കുറയണം. അതായത് 43 - ₹1.39, 41 രൂപ 81 പൈസയെ ആകാൻ പാടുള്ളൂ ശരിക്കും. പക്ഷേ അങ്ങനെ സംഭവിക്കണമെന്നില്ല. കാരണം മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി എന്ന് പറയുന്ന സാധനം കൂടിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷന്റെ പ്രൈസ് മറ്റൊന്നും കൂടിയില്ലെങ്കിലും, സ്റ്റോക്കിന്റെ വില കൂടിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ വില മാറാൻ നിന്നാൽ പോലും ഈ ഓപ്ഷൻ പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് നമ്മൾ വൊളാറ്റിലിറ്റി വാല്യൂ എന്ന് പറയുന്നത്. ഇത് എത്രയാണെന്ന് നമുക്കറിയില്ല.
മാർക്കറ്റിലുള്ള ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല. കാരണം നാളെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇന്ന് അവർക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യന്റെ മനസ്സിലുള്ള ആ ഒരു സങ്കല്പത്തെ അല്ലെങ്കിൽ ആശങ്കകളെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഓപ്ഷന്റെ പ്രൈസുകൾ തീരുമാനിക്കപ്പെടുക. അപ്പോൾ ആ സാഹചര്യത്തിൽ മുൻകൂറായിട്ട് നമുക്കറിയില്ല ടൈം വാല്യൂ എത്രയാണ്, ടൈം വാല്യൂ എത്രയാണ് നമുക്കറിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും കുറച്ച് പോകാൻ പറ്റുമല്ലോ. ഒരിക്കലും സാധ്യമല്ല. കാരണം അത് വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ടൈം വാല്യൂവും വൊളാറ്റിലിറ്റി വാല്യൂവും കൂടെ ചേർന്ന് നിൽക്കുന്ന, വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു സിസ്റ്റമാണ് ഈ ഓപ്ഷൻ പ്രൈസിങ്ങിനകത്ത് ഉള്ള എക്സ്ട്രിൻസിക് വാല്യൂവിൽ ഉള്ളത്. കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രിൻസിക് വാല്യൂ മാത്രമാണ്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, പുട്ട് ഓപ്ഷന്റെ കാര്യത്തിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ഈ കോൾ ഓപ്ഷന്റെ കേസിലും ബാധകമാണ്. ജനുവരിയിൽ 40 പൈസയേ ഉള്ളൂ എക്സ്ട്രിൻസിക് വാല്യൂ, പക്ഷേ ഫെബ്രുവരിയിൽ 7 രൂപയാണുള്ളത് അതേ സ്ട്രൈക്കിന് തന്നെ. കാരണം കൂടുതൽ ടൈം, ഒരു മാസം കൂടെ അവിടെ അവൈലബിൾ ആണ്. മാർച്ചിലാണെങ്കിലോ ഏകദേശം അതിൻ്റെ ഇരട്ടിയിലധികമാണ്. കാരണം അവിടെ 60 ദിവസമുണ്ട്. 60 ദിവസം കൊണ്ട് എന്തൊക്കെ സംഭവിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങളോട് മനസ്സിലാക്കിയിട്ടാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക, അല്ലെങ്കിൽ ഓപ്ഷന്റെ പ്രൈസ് തീരുമാനിക്കപ്പെടുക. ഇതാണ് എക്സ്ട്രിൻസിക് വാല്യൂസിനെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി, ഹയർ വൊളാറ്റിലിറ്റി ഇൻക്രീസസ് എക്സ്ട്രിൻസിക് വാല്യൂ. ഇപ്പം ഞാൻ പറഞ്ഞതാണ്, വൊളാറ്റിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഉള്ള പാർട്ടിസിപ്പന്റ് മനസ്സിൽ കാണുന്ന ഒരു വൊളാറ്റിലിറ്റിയാണ്. അത് റിയലൈസ്ഡ് വൊളാറ്റിലിറ്റി അല്ല. യഥാർത്ഥത്തിൽ അത്രയും വൊളാറ്റിലിറ്റി നടന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ STFCയുടെ കാര്യമാണ് പറയുന്നത്. STFC സ്റ്റോക്കിന്റെ വില ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് ഒരുപാട് മുകളിലേക്കോ അല്ലെങ്കിൽ ഒരുപാട് താഴേക്കോ പോകാൻ ചാൻസ് ഉണ്ട്, എന്നിട്ട് അവിടെ തന്നെയൊക്കെ നിൽക്കുമെന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ, ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന്റെ മനസ്സിൽ ആ ഒരു ഫീലിംഗ് വന്നാൽ അവർ ചെയ്യുന്നത് ഓപ്ഷൻസ് വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഓപ്ഷൻസ് വാങ്ങുമ്പോൾ ഓപ്ഷന്റെ വിൽക്കുന്നവരും വില കൂട്ടിയിടുന്നത് കൊണ്ട് തന്നെ ഓപ്ഷന്റെ പ്രൈസ് അധികമാകും. അതായത് ഫോർ എക്സാമ്പിൾ 15 എന്നുള്ളതിന് പറയാം 30 ആയേക്കാം, അല്ലെങ്കിൽ 50 ആയേക്കാം. സമയം പക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി എന്ന് പറയുക. എക്സ്ട്രിൻസിക് വാല്യൂവിനെ ബാധിക്കുന്ന കാര്യങ്ങൾ: ഒന്ന് ടൈം ഉണ്ട്, 2 വൊളാറ്റിലിറ്റി. ഇൻക്രീസ്ഡ് വൊളാറ്റിലിറ്റി റൈസസ് എക്സ്ട്രിൻസിക് വാല്യൂ. വൊളാറ്റിലിറ്റി കൂടുമ്പോൾ സ്റ്റോക്കിന്റെ പ്രൈസ് ഇങ്ങനെ വളരെ വലിയ രീതിയിൽ വ്യത്യാസപ്പെട്ട് വന്നു കഴിഞ്ഞാലും, ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി അല്ലാതെ യഥാർത്ഥത്തിലുള്ള വൊളാറ്റിലിറ്റി വന്നാലും പ്രൈസിൽ വ്യത്യാസം വരും. മറ്റൊന്ന്, സ്ട്രൈക്ക് പ്രൈസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അതായത് അറ്റ് ദ മണി ഓപ്ഷൻസ്. നമ്മളിവിടെ നോക്കിയ 2 ഓപ്ഷൻസും ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ആണ്. പക്ഷെ അറ്റ് ദ മണി ഓപ്ഷൻസിന് എപ്പോഴും ഇൻട്രിൻസിക് വാല്യൂ വളരെ കൂടുതലായിരിക്കും. നമുക്കിവിടെ ജനുവരിയിലെ നോക്കാം. ഈ അറ്റ് ദ മണി, പിന്നെ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ഈ കാണുന്നതൊക്കെ 1660 ഔട്ട് ഓഫ് ദ മണിയാണ്. അതിന് 8 രൂപ 30 പൈസ അല്ലെങ്കിൽ 8 രൂപ 30 പൈസ പറയുമ്പോൾ അറ്റ് ദ മണി 1645 സ്റ്റോക്കിന്റെ വില. അപ്പോൾ അതിനോടടുത്ത് വരുമ്പോൾ 1650, 1660 സ്റ്റോക്ക് പ്രൈസിനോട് അടുത്ത് നിൽക്കുന്നതാണ് 1650. അവിടെ വരുമ്പോൾ ഈ കാണുന്നത് 100% എക്സ്ട്രിൻസിക് വാല്യൂ ആണ്. അത് കൂടുതലാണ് ഇതിനേക്കാൾ, പക്ഷെ അത് ഇൻ ദ മണി അല്ല. അപ്പോൾ പ്രോക്സിമിറ്റി, പ്രൈസിനോട് അടുക്കും തോറും എക്സ്ട്രിൻസിക് വാല്യൂ കൂടും ഔട്ട് ഓഫ് മണി ഓപ്ഷൻസിന്. ഇൻ ദ മണി ഓപ്ഷൻസിനും ഒരു പരിധി വരെ എക്സ്ട്രിൻസിക് വാല്യൂ ഇവിടെ കിട്ടും. പക്ഷെ പ്രൈസ് മുകളിലേക്ക് പോകും തോറും, അതായത് ഡീപ്പ് ഇൻ ദ മണി പോകുമ്പോഴേക്കും എക്സ്ട്രിൻസിക് വാല്യൂ 0-ലേക്ക് പോകും. അവിടെ ഒട്ടും ഉണ്ടാവില്ല. ഉള്ളതൊക്കെ ഇൻട്രിൻസിക് വാല്യൂ ആയിരിക്കും. അത് സ്റ്റോക്ക് ബിഹേവ് ചെയ്യുന്ന കൂട്ട് തന്നെ ഡീപ്പ് ഇൻ ദ മണി കോൾ ഓപ്ഷനും ഡീപ്പ് ഇൻ ദ മണി പുട്ട് ഓപ്ഷനും ബിഹേവ് ചെയ്യും. മാർക്കറ്റ് സെന്റിമെന്റ്, അത് ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റിയുടെ തന്നെ മറ്റൊരു വകഭേദമാണ്. ന്യൂസ് അല്ലെങ്കിൽ ട്രെൻഡുകളൊക്കെ ഓപ്ഷൻ പ്രൈസിനെ ബാധിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ പ്രാധാന്യം? എക്സ്ട്രിൻസിക് വാല്യൂ നമ്മൾ ഇത്ര ഡീപ്പായിട്ട് പഠിച്ചിരിക്കണോ? തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. എന്താണ് ഇതിന്റെ കമ്പോണൻസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഓപ്ഷൻ പ്രൈസിങ് ചെയ്യുമ്പോൾ, ഓപ്ഷൻ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വില അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും ഇത് കൂടുതലാണ്, ഈ വില കൂടുതലാണ്, ഇത് വാങ്ങണ്ട, അല്ലെങ്കിൽ ഇത് കുറവാണ്, വാങ്ങാം, അല്ലെങ്കിൽ വിൽക്കാം, കൂടുതലാണ്. ആ രീതിയിലുള്ള ഒരു അനാലിസിസിന് നമുക്ക് എക്സ്ട്രിൻസിക് വാല്യൂവിനെ പറ്റി അറിഞ്ഞിരിക്കണം. ടൈം ഡീക്കെ, എത്ര ദിവസമുണ്ട്? ഫോർ എക്സാമ്പിൾ മാർച്ച് 27 വരെ 60 ദിവസമാണുള്ളത്. ഈ 60 ദിവസം കൊണ്ട് ഇതിനകത്ത് ടൈം വാല്യൂ 0-ലേക്ക് പോകും.
ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി വാല്യൂവോ അതും പൂജ്യത്തിലേക്ക് പോകും. കാരണം പിന്നെ അവിടെ വൊളാറ്റിലിറ്റിക്കുള്ള ചാൻസ് ഇല്ല, പിന്നെ ടൈമില്ല. സോ വൊളാറ്റിലിറ്റി എഫക്ട്സ് പ്രൈസിങ്. ഈ പ്രൈസിങ്ങിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്നവർക്ക് ചില അവസരങ്ങൾ ഇതിൽ ലഭ്യമാകും. ഫോർ എക്സാമ്പിൾ, പ്രൈസ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ വരുന്ന വ്യക്തിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് അത് സെല്ല് ചെയ്യാൻ പറ്റും. കാരണം അദ്ദേഹം വിറ്റാൽ കൂടുതൽ വില കിട്ടും, പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു ചാൻസ് വർദ്ധിക്കും. അതുപോലെ വാങ്ങാൻ നിൽക്കുന്നവർക്കും ഒരുപക്ഷെ ഓപ്ഷൻ പ്രൈസ് കുറവാണ് എന്ന് ബോധ്യപ്പെട്ടാൽ വാങ്ങാനുള്ള ഒരു കംഫർട്ടബിൾ സിറ്റുവേഷൻ അദ്ദേഹത്തിന് കിട്ടും. അങ്ങനെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ഓപ്ഷൻസ് ട്രേഡിങ്ങിലെ ക്രൂഷ്യലായിട്ടുള്ള ഒരു എലമെൻ്റാണ് എക്സ്ട്രിൻസിക് വാല്യൂ. അതിനകത്ത് ടൈമുണ്ട്, വൊളാറ്റിലിറ്റി ഉണ്ട്, ഒരു സെൻറ്റിമെൻറ്റും അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജികൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രോഫിറ്റബിളായിട്ട് നമുക്കിത് ചെയ്യുവാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.